ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് നന്മ വ്ളോഗ്. എൻ്റെ പേര് ഷജി. അപ്പോൾ അച്ഛൻ്റെ ഗുളികകൾ ഞാൻ എടുത്ത് വയ്ക്കാം കേട്ടോ. ഒരു 10-12 തരം ഗുളിക ഉണ്ട്. അപ്പോൾ അത് ഗുളിക ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണ്. അല്ലെങ്കിൽ അച്ഛൻ ചിലപ്പോൾ തെറ്റി കഴിക്കും. പിന്നെ അങ്ങനെ എടുത്ത് കഴിക്കാനൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്കുള്ളതും വേറെ വയ്ക്കും, രാവിലെ കൊടുക്കാനുള്ളത് വേറെ വയ്ക്കും, വൈകുന്നേരത്തേക്കുള്ളത് അങ്ങനെയൊക്കെയാണ് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് കേട്ടോ കാണിക്കണത്. ഒരു 5-6 മിനിറ്റിൻ്റെ നമ്മുടെ ചെറിയ ഭാഗങ്ങൾ കാണിക്കുക. അപ്പോൾ നമ്മുടെ ആടാണത്. അച്ഛൻ ആടിനെ മേയ്ക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. 2-3 ആടഞ്ഞുള്ളൂ. അച്ഛന് വയ്യാത്തതിൻ്റെ ശേഷം ആടുകളൊക്കെ വിറ്റിട്ട് ഇപ്പോൾ 2-3 ആടഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ് ആടുകൾ. അച്ഛനെ കാണാതെ ഞാൻ അച്ഛൻ്റെ വീഡിയോ എടുത്തു. അച്ഛൻ്റെ മുഖത്തൊക്കെ വീഡിയോ എടുക്കുക എനിക്ക് പേടിയാണ് കേട്ടോ. അച്ഛൻ്റെ മുന്നിൽ കൂടെ ഞാൻ കൊണ്ടുപോയില്ല ഫോണ്. അതുകൊണ്ടാണ് അച്ഛൻ്റെ മുഖങ്ങൾ നേരെ കാണാത്തത്. ഇപ്പോൾ വിജയേട്ടനെ പിന്നെയും മെല്ലെ മെല്ലെ പേടിയില്ലാണ്ടായി വരുന്നുണ്ട്. പേടിയില്ലാണ്ടായി വരിക പറഞ്ഞാൽ അങ്ങനെയല്ല, വീഡിയോ എടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാവർക്കും കുറേ കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ക്ഷമിച്ച് നിന്നത് കേട്ടോ. എല്ലാവരുടെയും മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കാം. അങ്ങനെ ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ മോൻ്റെ ഒക്കെ ഇടാറുണ്ട്, പിന്നെ മോളുടെ ഇടയ്ക്ക് ഇടാറുണ്ട്. അപ്പോൾ ആരും വേണ്ടാന്നും പറഞ്ഞിട്ടില്ല. അവരുടെ സമ്മതത്തോടു കൂടെ തന്നെയാണല്ലോ നമ്മൾ എടുക്കണത്. പിന്നെ മോന് അവർക്കൊക്കെ താല്പര്യക്കുറവൊന്നുമില്ല. പിന്നെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ വീട്ടുകാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമല്ലാത്തത്. ശ്രദ്ധയില്ലായ്മ എന്ന് പറയും. തീരെ ശ്രദ്ധയില്ലാത്ത ആളാണ്. നിങ്ങൾ എന്തിനു വേണമെങ്കിലും നിങ്ങൾ പൊക്കോ, പക്ഷേ വണ്ടി ഓടിക്കാൻ വേണ്ടി മാത്രം പോകരുത് പറയും. എനിക്ക് അതും കൂടി ഒന്ന് പഠിക്കണമെന്നുണ്ട്. എന്തായാലും അതും കൂടി ഒന്ന് പഠിക്കണം. യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ പറയണ്ടായിരുന്നു കേട്ടോ. അല്ല, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ തുടങ്ങണത്, നിങ്ങളുടെ മണ്ടത്തരങ്ങളൊക്കെ കാണിക്കാനാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. വീട്ടുകാർ മാത്രമല്ല കേട്ടോ, നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ എല്ലാവരും ചോദിക്കും. യൂട്യൂബ് ചാനൽ ഷജിക്ക് യൂട്യൂബ് ചാനലോ ചോദിക്കട്ടോ. ഇപ്പോൾ എന്തായാലും യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയാലും എങ്ങനെ ഇതുവരെ എന്തായാലും എത്തിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ള കാരണം തന്നെയാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണത്. എന്തായാലും എത്രത്തോളം പോകും നോക്കാം. എഡിറ്റ് ചെയ്യാൻ മാത്രമാണ് എനിക്ക് അറിയാത്തത്. കാരണം ഇംഗ്ലീഷൊന്നും അധികം അറിയാത്ത കാരണമാണ് പേടി കേട്ടോ. പണ്ടത്തെ 10ാം ക്ലാസ് തോറ്റിട്ട് ഇപ്പോൾ ഞാൻ തുല്യതയിൽ പാസ്സായതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് എനിക്കത് പറയാൻ നാണക്കേടൊന്നുമില്ല. 10ാം ക്ലാസ് തോറ്റിട്ട് ഞാൻ തുല്യത എഴുതിയിട്ട് ഞാൻ പാസ്സായതാണ് കേട്ടോ. അതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ ഇപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ളൂ. എല്ലാതരം എഡിറ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. എനിക്കറിയാവുന്ന പോലെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒരാളുടെ സഹായം എപ്പോഴും വേണ്ടത്. ഇപ്പോൾ ഞാൻ ഒരാളുടെ സഹായം ഇല്ലാതെയാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടാവും. എല്ലാവരും അതുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ. പിന്നത്തെ കാര്യം പറയാനുള്ളത്, ഞാൻ ഈ +1 ഞാനിപ്പോൾ തുല്യതയിൽ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് +1 കൂടി അങ്ങനെ എഴുതണം എന്നുണ്ട്. ഒരു 5-8 ക്ലാസ്സിലാണ് ഞാൻ പോയിട്ടുള്ളൂ. പിന്നെ പോവാൻ ഒരു മടി. ഇപ്പോഴത്തെ ഇംഗ്ലീഷ് ബുക്കൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാണ്. വായിക്കാൻ അറിഞ്ഞാലല്ലേ +1 ഞാൻ എങ്ങനെ എഴുതും. അതൊക്കെ ഞാൻ പിന്നെ പറയാം. എന്തായാലും ഇവിടെ ചക്ക നന്നാക്കലും വെക്കലൊക്കെ കഴിയാറായില്ലേ. വർത്താനം പറഞ്ഞിട്ട് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. പിന്നത്തെ വിശേഷം എന്ന് പറയാൻ, അച്ഛനിപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്മ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ വരും. അമ്മയ്ക്ക് അവിടെ അങ്ങനെ കുട്ടികളെ നോക്കാനൊന്നും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എല്ലിൻ്റെ എല്ല് തേയ്മാനമൊക്കെ ഉണ്ട് അമ്മയ്ക്ക്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നമായ കാരണം കുട്ടികളെ നോക്കാനോ അങ്ങനെയൊക്കെ ഒന്നും ബുദ്ധിമുട്ടാണ്. അമ്മ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല,
അപ്പോൾ എല്ലാവരും അവരവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പണിക്ക് പോണതൊക്കെ. എന്തെങ്കിലും മരുന്നിനായിക്കോട്ടെ പറഞ്ഞിട്ടാണ് എല്ലാവരും പണിക്ക് പോണത്. അച്ഛനാണെങ്കിൽ അതെ, അച്ഛന് എന്തെങ്കിലും കിട്ടും വിചാരിച്ചിട്ട് അച്ഛൻ ആടിനെ മേയ്ക്കാനും അല്ല വേറെ വെറുതെ അങ്ങനെ വീട്ടിലിരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് അച്ഛനും. അമ്മയ്ക്ക് പിന്നെ 10,000 രൂപയുടെ മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങനെ പോണു. അപ്പോൾ ആരുടെയും അധികം പെൺകുട്ടികളെ ആശ്രയിക്കേണ്ട. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ 4 പെൺകുട്ടികളാണ്. അപ്പോൾ പെൺകുട്ടികളെ അധികം ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാവും അമ്മയൊക്കെ പോണത്. എന്തായാലും അമ്മ 2 ദിവസം കഴിഞ്ഞ് വരും. അപ്പോൾ അമ്മയുടെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ കാണിക്കാം. പുതിയ ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല, ചില വീഡിയോകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചക്കക്കൂട്ടാൻ തന്നെയാണ് കേട്ടോ. ചക്കക്കൂട്ടാനും ചായയും കൂടി ഒന്നും കഴിക്കുകയാണേ. അതിൻ്റെ ഇടയിൽ ചക്ക വറുത്തങ്ങൾ കണ്ടില്ലേ? പിന്നെ വിജയേട്ടന് കൊടുത്തു, അച്ഛന് കൊടുത്തു. ഈ ചക്കക്കുരൊക്കെ ഞാൻ കഴുകി വെച്ചിട്ട് അവിടെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ചക്കയുടെ അരമുറി ചക്ക എടുത്തുള്ളൂ കേട്ടോ. ഇത് വേറെ ചക്ക വീണിട്ട് അതിൻ്റെ ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കേട് വന്നതാ, കുറച്ച് പഴുത്ത ചക്കയായിട്ടേ. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ എടുത്ത് വെച്ചതാണ്. എന്തായാലും എൻ്റെ വീഡിയോ അവസാനിക്കാറായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായി കാണും.